എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഭഗവാന്റെ നാമത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണൊരു കഥ മഹാവിഷ്ണുവിൻ്റെ മഹത്വം, ഭഗവാന്റെ മഹത്വം, അതുപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എങ്ങനെയാണ് ഭഗവാൻ നടത്തിയിട്ടുള്ളതെന്ന് ഉള്ള ഒരു കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കഥ വിഷ്ണു പുരാണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. ഓരോ പുരാണങ്ങളിലും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് വിഷ്ണു പുരാണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ നൈമിഷാരണ്യ ഭൂമിയിലെ മഹായജ്ഞം നടക്കുന്ന വേദിയിൽ വെച്ചിട്ട് ശൗനക മഹർഷി സൂത പൗരാണികനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കണത്? ഈ ജഗത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും സംഹാരകനും ഭഗവാൻ വിഷ്ണു ആണ് എന്ന് പൂർവികന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ് ശരിക്കും ഭഗവാൻ വിഷ്ണു? അപ്പോൾ എപ്രകാരമാണ് അദ്ദേഹം ഈ ഒരു ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? അപ്പോൾ ഈ ജഗസൃഷ്ടിയുടെ ഉദ്ദേശ്യം എന്താണ്? എങ്ങനെയാണ് ബ്രഹ്മാവും മഹേശ്വരനും ഉൾപ്പെടെയുള്ള ഈ സമസ്ത ദേവന്മാരും മുനിമാരും സകല ചരാചരങ്ങളൊക്കെ അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നത്? ഈ ഒരു കൽപ്പത്തിൻ്റെ അന്ത്യത്തിൽ ഈ ജഗത്ത് എവിടേക്കാണ് അപ്രത്യക്ഷമാവുക? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ സൂത പൗരാണികൻ സന്തോഷചിത്തനായിട്ട് ഉത്തരം പറയുകയാണ്. അതായത് ഭഗവാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അത്ര തന്നെ ആനന്ദം ഉണ്ടാവും. അപ്പോൾ അത്രയും തന്നെ ആനന്ദചിത്തനായിട്ട് അദ്ദേഹം ഉത്തരം കൊടുക്കുകയാണ്. അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾ ഇതിൻ്റെ മുന്നേ തന്നെ ദ്വാപരയുഗത്തിലെ മൈത്രേയ മഹർഷി അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള പരാശരനോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പരാശര പിതാവായിട്ടുള്ള ശക്തിയെ വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരം രാക്ഷസന്മാർ വധിക്കും. അപ്പോൾ കുപിതനായിട്ടുള്ള പരാശരൻ രാക്ഷസന്മാരുടെ നാശത്തിനായിട്ട് ഒരു മഹായാഗം ആരംഭിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ദൈത്യന്മാർ ആ യാഗാഗ്നിയിൽ വെന്തു മരിക്കും. അപ്പോൾ അതറിഞ്ഞിട്ടുള്ള പരാശരൻ്റെ പിതാമഹനായിട്ടുള്ള വസിഷ്ഠൻ ബ്രഹ്മദേവൻ്റെ ഉപദേശപ്രകാരം പരാശരനോട് ക്രോധം പാടില്ല, ക്രോധത്തിന് അടിമപ്പെടാൻ പാടില്ല, രാക്ഷസന്മാരാൽ ശക്തി വധിക്കപ്പെടണം എന്നുള്ളത് ഭഗവാന്റെ ഒരു നിശ്ചയമായിരുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ കാമം, ക്രോധം, ലോഭം, അപ്പോൾ ഈ ഒരു 3 നരകത്തിൻ്റെ കവാടങ്ങളെ വിജയിച്ച ആളാണ് ഒരു ശരിയായ ഋഷി. അതുപോലെ പരാശര പിതാവായിട്ടുള്ള ശക്തി വൈഷ്ണവ പാദങ്ങളിൽ സായൂജ്യമണിഞ്ഞു. അപ്പോൾ ഇനി നിമിഷ നേരത്തെ കോപത്തിന് 1000 സംവത്സരങ്ങളിലെ തപശക്തിയെ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ ഈ അസുരന്മാരെ അഗ്നിക്ക് ഇരയാക്കുന്ന ഈ ഒരു യാഗം നിർത്തിവെക്കണം, കോപം പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിർത്തിവെക്കണം എന്ന് പറയുന്ന സമയത്ത് പിതാമഹൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അങ്ങനെ പരാശരൻ ശാന്തചിത്തനായിട്ട് അങ്ങനെ യാഗം അവസാനിപ്പിക്കും. അപ്പോൾ ആ ഒരു സമയം ദൈത്യപിതാവും ബ്രഹ്മാവിൻ്റെ പുത്രനുമായിട്ടുള്ള പുലസ്ത്യൻ അവിടെ എത്തും. അങ്ങനെ പരാശരനെ അനുഗ്രഹിക്കും. സകല ശാസ്ത്രങ്ങളിലുമുള്ള ജ്ഞാനം പ്രദാനം ചെയ്യുകയും അതുപോലെ ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങൾ സമന്വയിച്ച വിഷ്ണു പുരാണത്തിൻ്റെ കർത്താവായി തീരട്ടെ എന്ന് ഒരു അനുഗ്രഹം കൊടുക്കും. ലോകം മുഴുവൻ നിൻ്റെ യശസ് നിറയട്ടെ എന്ന് വസിഷ്ഠ മഹർഷി അനുഗ്രഹിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പരാശരൻ മൈത്രേയന് വിഷ്ണു പുരാണം ഉപദേശിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ പരാശര മഹർഷി മൈത്രേയനോട് പറയും, ഈ ലോകം വിഷ്ണു മായയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലോകം സ്ഥിതി ചെയ്യുന്നതും അതുപോലെ ഇതിനെ സംഹരിക്കുന്നതും ഒക്കെ ഭഗവാന്റെ ശക്തി തന്നെയാണ്. അപ്പോൾ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ സകല ചരാചരങ്ങളും ഭഗവാനിൽ ലയിച്ചിട്ടുള്ളതാണ്. എല്ലാ ദേവന്മാരും സമസ്ത ദേവന്മാരും ഭഗവാന്റെ അംശങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ദേവനെ ഭയന്നിട്ടാണ് സൂര്യദേവൻ പ്രകാശിക്കുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, അതുപോലെ കാറ്റ് ചലിക്കുന്നത്. നിത്യനും സർവ്വവ്യാപിയും പരമാത്മാവുമായ ഭഗവാൻ വൈകുണ്ഠത്തിൽ ലക്ഷ്മി സമേതനായിട്ട് ഇരുന്നിട്ടാണ് ഈ ഒരു ജഗത്തിൻ്റെ പരിപാലനം നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നത്, അപ്പോൾ ആ വേളകളിലൊക്കെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വിവിധ അവതാരങ്ങളിൽ ഭൂമിയിൽ വരും. അപ്പോൾ സകല ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ ഭഗവാൻ വിഷ്ണുവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വിരാട് പുരുഷനിൽ നിന്ന് സ്വഭാവ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണയത്തിൻ്റെ സൃഷ്ടി നടത്തിയത് ഭഗവാനാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഭഗവാൻ താമരയിലയിലെ ജലഗണങ്ങളെ പോലെ ഒരു കർമ്മത്തിലും അദ്ദേഹം ബന്ധിതനല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. താമരയിലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം അതിൽ നിൽക്കാതെ അപ്പം തന്നെ താഴേക്ക് ഒഴുകി വീഴും. അതുപോലെ ഭഗവാൻ
ഒരു കർമ്മത്തിലും അദ്ദേഹം ബന്ധിതനല്ല. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയാണ്. കൽപ്പത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അവസാനത്തിൽ അദ്ദേഹം ലോകത്തിനെ പ്രളയത്തിൽ ആഴ്ത്തും, അതും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പരാശരൻ്റെ വാക്കുകൾ കേട്ടിട്ട് മൈത്രേയൻ ചോദിക്കുകയാണ്, അപ്പോൾ മുനിശ്രേഷ്ഠ, ജഗത് വ്യാപിയായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെ കുറിച്ചിട്ടുള്ള വാക്കുകൾ എൻ്റെ ഹൃദയത്തിനെ ആനന്ദത്തിൽ അങ്ങനെ ആറാടിക്കുകയാണ്. അപ്പോൾ എപ്രകാരമാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാനാവുക, എപ്രകാരമുള്ള ആൾക്കാരിലാണ് ഭഗവാൻ പ്രസാദിക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, സത്യനിഷ്ഠയുള്ളവനും ഹൃദയശുദ്ധിയുള്ളവനും ആരാണോ അപ്പോൾ അവനിൽ ഭഗവാൻ പ്രസാദിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വൈഷ്ണവ ഭക്തന്മാരെ 4 തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. അതിൽ ആർത്തൻ, അർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. അപ്പോൾ അതാണ് 4 തരത്തിലുള്ള വൈഷ്ണവ ഭക്തന്മാർ. അതിൽ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആയിട്ടുള്ള ഭക്തൻ ജ്ഞാനി എന്നുള്ള വിഭാഗത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കാരണം തീർത്തും നിർവ്യാജമായിട്ടുള്ള പ്രേമം കൊണ്ട് അവർ ഭഗവാനെ ഭജിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാന് അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രേഷ്ഠനായ ഭക്തൻ, അങ്ങനെയുള്ള ഭക്തന്മാർ എല്ലാത്തിലും സകലത്തിലും ഭഗവാനെ, വിഷ്ണുവിൻ്റെ സാന്നിധ്യം അറിയുന്നു. അതുപോലെ അവരുടെ സ്വന്തം ജ്ഞാനദൃഷ്ടി കൊണ്ട് ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ അവരറിയുന്നു. അതുപോലെ അങ്ങനെയുള്ള ഭക്തന്മാർ ഈ ലോകത്തിൽ, ഈ ജഗത്തിലെ വളരെ തന്നെ വിരളമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അനേകായിരം ജന്മങ്ങളുടെ പ്രയത്നങ്ങളുടെ അല്ലെങ്കിൽ ജന്മങ്ങൾ പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ജന്മം, അങ്ങനെ ഒരു ഭക്തന് അങ്ങനെ ഒരു ജന്മം കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, അത്യന്തം ദുർഘടമായിട്ടുള്ളതാണ് ഈ കലികാലം. അപ്പോൾ കലികാലത്തിൽ ലോകത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ അനാചാരങ്ങളെ പൂജിക്കുന്ന ആൾക്കാരായിട്ട് മാറും. ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവില്ല, ഭഗവാനെ പ്രാർത്ഥിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ടോയെന്ന് തന്നെ സംശയങ്ങൾ തോന്നും. അതുപോലെ വെറും ഭൗതിക ലോകത്തിലെ മായകളിൽ പെട്ട് അവരുടെ ജീവിതത്തിനെ അങ്ങനെ വ്യർത്ഥമാക്കി കളയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുപോലെ യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യന്മാർ കഷ്ടപ്പെടും. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടാൻ വേണ്ടിയിട്ട് 8 മാർഗങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഭഗവാൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഏതൊക്കെയാണ് 8 മാർഗങ്ങൾ? ഗായത്രി മന്ത്രജപം, ഗംഗാസ്നാനം, നാമജപം, സാളഗ്രാമ പൂജ, തുളസീദള ധാരണം, പുരാണ പാരായണം, ചന്ദനം തൊടൽ, ഏകാദശി വ്രതാനുഷ്ഠാനം. അപ്പോൾ ഈ 8 കാര്യങ്ങളും പാലിക്കുന്ന ആൾക്ക് കലികാല ദോഷ ബാധ, അതായത് കലികാലത്തിലെ ദോഷങ്ങളൊന്നും അവർക്ക് ഏൽക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മരണാനന്തരം നമ്മൾ ശ്രേഷ്ഠമായ ബ്രഹ്മനിർവ്വാണത്തെ പ്രാപിക്കുന്ന ആൾ വൈഷ്ണവ പദത്തിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ കഠിന ബ്രഹ്മചര്യ തപോ അനുഷ്ഠാനങ്ങളിലൂടെ ഒരാൾ എന്തിനാണോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അതാണ് വൈഷ്ണവ പദം, അതാണ് ഭഗവാന്റെ പാദം, അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആദിമധ്യാന്തങ്ങളില്ലാതെ പരമാത്മാവായിട്ടുള്ള വിഷ്ണു സ്വരൂപം സദാ സത്ത് എന്ന് പറയുവാൻ സാധിക്കുന്നതും അതുപോലെ സർവ്വവ്യാപിയുമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും വസിക്കുന്നതിനാൽ ഋഷിമാർ ഭഗവാനെ വാസുദേവൻ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ പരബ്രഹ്മത്തിന് പുരുഷൻ പ്രകൃതി എന്നുള്ള 2 ഭേദങ്ങളുണ്ട്. അപ്പോൾ അതിലെ പുരുഷൻ സാക്ഷിയായിട്ടും പ്രകൃതി ത്രിഗുണാത്മികയായിട്ടും വർത്തിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ക്ഷേത്രജ്ഞാനാധിഷ്ഠിതമായതോടെ മൂലപ്രകൃതിയിൽ നിന്ന് മഹത്തത്വം ഉത്ഭവിക്കുന്നു. അപ്പോൾ അതുപോലെ അതിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ അഹങ്കാരം പിന്നെ 3 വിഭജിക്കും. അപ്പോൾ അതിൽ താമസ അഹങ്കാരത്തിൽ നിന്നാണ് ശബ്ദ തന്മാത്ര ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ആകാശം, ആകാശത്തിൽ നിന്ന് പിന്നെ വായു, വായുവിൽ നിന്ന് പിന്നെ അഗ്നി, അഗ്നിയിൽ നിന്ന് പിന്നെ ജലം, ജലത്തിൽ നിന്ന് പിന്നെ ഭൂമി, അത് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം രാജസഹങ്കാരത്തിൽ നിന്ന് ദശേന്ദ്രിയങ്ങൾ ഉണ്ടാവും. അതുപോലെ ദശേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവന്മാർ സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടാവും. അതുപോലെ 11ാം ഇന്ദ്രിയമായ മനസ്സും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് ജലത്തിലേക്ക് വീണിട്ടുള്ള ഒരു വീര്യം അതൊരണ്ഡമായിട്ട് മാറി അത് വളർന്ന് ഭഗവാന് ശയിക്കാനുള്ള ഒരു ശയ്യയായിട്ട് മാറും.
അപ്പോൾ നരത്തിൽ ലയനം ചെയ്യുന്നതിനാൽ ഭഗവാന് നാരായണൻ എന്നുള്ള ഒരു പേര് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ അവ്യക്തരൂപിയായിട്ടുള്ള ഭഗവാൻ വിഷ്ണു വ്യക്തരൂപിയായിട്ട് ഹിരണ്യഗർഭ രൂപത്തിലാണ് നിലകൊണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സുമേരു പർവ്വതം അദ്ദേഹത്തിൻ്റെ ഗർഭപാത്രമായിട്ട് മാറി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ മറ്റ് ഗിരിനിരകളൊക്കെ അതിനെ പൊതിയുന്ന ഒരു ചർമ്മമായിട്ട് മാറി, സമുദ്രങ്ങളൊക്കെ ഗർഭസംരക്ഷകരായിട്ട് മാറി. അപ്പോൾ നേരത്തെ ആവിർഭവിച്ചിട്ടുള്ള അണ്ടത്തെ രണ്ടായി വിഭജിച്ചിട്ട് ഭഗവാൻ ഒന്നിനെ സ്വർഗമായിട്ട് മാറ്റി, മറ്റൊന്നിനെ ഭൂമിയായിട്ട് മാറ്റി. അപ്പോൾ ജലത്തിൽ ശയിച്ചിട്ടുള്ള ഭഗവാന്റെ നാഭീപത്മത്തിൽ നിന്നും വിവിധ സൂര്യ തേജസ്സോട് കൂടിയിട്ട് പീതവർണ്ണത്തോട് കൂടിയിട്ടുള്ള ഒരു താമര ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ രജോ ഗുണം ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും ബ്രഹ്മാവിനെ സൃഷ്ടിക്കും. അപ്പോൾ ചുറ്റും പ്രളയം കണ്ടിട്ട് ബ്രഹ്മദേവൻ അതിശയപൂർവ്വം 4 പാടും നോക്കുന്ന സമയത്ത് ഓരോ ദിശയിലേക്കും ശിരസ് തിരിച്ചപ്പോൾ അവിടെയൊക്കെ ഓരോ ശിരസ്സുകൾ കൂടി ഉണ്ടായി. അപ്പം അങ്ങനെ ബ്രഹ്മദേവൻ ചതുർമുഖനായിട്ട് മാറി. ചതുർമുഖൻ, നാൻമുഖൻ എന്നൊക്കെ ഭഗവാനെ അല്ലെങ്കിൽ ബ്രഹ്മദേവനെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭഗവാൻ നാരായണൻ അദ്ദേഹത്തിന് വേദങ്ങൾ ഉപദേശിച്ചു കൊടുക്കും. അങ്ങനെ സൃഷ്ടികർമ്മങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കണം എന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടും. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മദേവൻ പിന്നെ വൃക്ഷലതാദികളെ, ജലജീവികളെ, പക്ഷികളെ, ഉരകങ്ങളെ, ഇരുകാലികളെ, നാൽക്കാലികളെ, ദേവന്മാരെ, അപ്സരസുകളെ, ഗന്ധർവന്മാരെ, അസുരന്മാരെ ഒക്കെ അങ്ങനെ സൃഷ്ടിക്കും. അപ്പോൾ സത്വഗുണ സമ്പൂർണനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു ജഗത് പരിപാലനം അങ്ങനെ ചെയ്യാണ്. ഇപ്പോൾ കൽപ്പത്തിൻ്റെ അവസാനം അദ്ദേഹം രുദ്രരൂപത്തിൽ, അതായത് രുദ്രൻ എന്ന് പറയുമ്പോൾ ശിവന്റെ രൂപത്തിൽ അദ്ദേഹം ജഗത്തിലെ സകല ഭൂതങ്ങളെയും ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഭഗവാൻ നാരായണൻ ശരിക്കും ഏകനാണ്, പരമാത്മാവാണ്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ ത്രിമൂർത്തികളായിട്ട് കണ്ട് ആദരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കഥ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഭഗവാന്റെ നാമത്തിൽ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ സ്നേഹത്തോടെ ഇരിക്കാൻ, അതിലുപരി ഐശ്വര്യത്തോടെ ഇരിക്കാൻ ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ രാധേ കൃഷ്ണ.